ഹലോ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണ് വൈറ്റ് ഗൗൺ ഹോളി കമ്മ്യൂണിയൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ ഗൗൺ. നമ്മളിതിലേക്ക് ഇതുപോലത്തെ ഒരു ഫ്ലവറാണ് നമ്മൾ യോക്ക് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതേപോലെ നെക്കിലാണെങ്കിൽ ബീഡ്സ് പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യോക്കിലും കുറച്ചൊക്കെ ബീഡ്സ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ഫ്ലെയറിൽ നമ്മുടെ ഫ്ലവേഴ്സ്, ചെറിയ ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ ഒട്ടിച്ച് കൊടുത്തേക്കുവാണ്. ബീഡ്സ് പഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൗണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവിധം മൊത്തത്തിൽ ബാക്കിലേക്കില്ല, ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഫ്ലവേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. യോക്ക് പോർഷനിൽ നമ്മൾ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. നെക്കിലും അതുപോലെ തന്നെ ഫ്രണ്ട്സ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയാനായിട്ട് എല്ലാവരും ചെയ്യുന്നത് ട്രാൻസ്പെറൻറ്റ് നെക്കാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെക്ക് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് നെക്ക് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ ഓൾറെഡി നെക്ക് ഒരു സ്കാലപ്പ് വരുന്നത് കൊണ്ടിട്ട് നമ്മൾ സ്കാലപ്പ് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ടാണ് കൈ 3/4 ഹാൻഡ് ചെയ്തേക്കുന്നത്. രണ്ട് കയ്യിലും ഇങ്ങനെ സ്കാലപ്പ് വരുന്നുണ്ട്. ഏകദേശം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഗൗൺ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അത്ര ഹെവി അല്ല, അത്ര കോസ്റ്റ്ലി അല്ല, പക്ഷേ കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഗൗണാണ്. ഇതിൻ്റെ നമ്മൾ മെയിനായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് സാധാരണ എല്ലായിടത്തും ഫ്ലെയർ പ്ലെയിൻ ആയിരിക്കും. നമ്മളങ്ങനെ പ്ലെയിൻ ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ ബീഡ്സും അതേപോലെ തന്നെ ഫ്ലവറും അറേഞ്ച് ചെയ്തത്. ബാക്കിൽ ഇതുപോലെ നമ്മളൊരു ബിഗ് ബോ വെച്ചിട്ടുണ്ട്. ആ ബോയിൽ കുറച്ച് 2-3 ബീഡ്സും ഇതുപോലെ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെയിലും വരുന്നുണ്ട്. അത്യാവശ്യം കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ബോഡി പാർട്ടിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു നെറ്റിൽ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ബീഡ്സ് താഴത്തെ പോർഷനിൽ മാത്രം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ബാക്കിൽ നമുക്ക് ഫ്ലവർ വെക്കാൻ പറ്റത്തില്ല, കുട്ടികൾ ഇരിക്കുന്നതൊക്കെ അല്ലേ. കൺസീൽഡ് സിബ്, ബാക്ക് ട്രാൻസ്പെറൻറ്റ്, സെയിം നമ്മുടെ ഫ്രണ്ട് ഫിഗർ പോലെ തന്നെയാണ് നമ്മൾ ബാക്കിലും ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗൗൺ നമ്മൾ ചെയ്തേക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഒരു സ്റ്റൈലാണ്. പിന്നെ ഉള്ളത് നമ്മളിനി ചെയ്യുന്നത് വേറൊരു മോഡലിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗൗൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ.